അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മറ്റൊരു അപാരമായ ഒരു അനുഗ്രഹം കൊണ്ട് ഇതുവരെ കളവുകളൊന്നും പറയാതെ നമുക്ക് നമ്മുടെ ആദർശത്തെ പ്രോജ്വലിപ്പിച്ചു നിർത്താൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഒരു കളവ് പോലും ഈ വിഷയത്തിൽ നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല, നമ്മൾ പറയുകയുമില്ല. കാരണം കളവ് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെടേണ്ട ഒരു ആദർശമല്ല നമ്മുടെ ആദർശം. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മറ്റൊരു അപാരമായ ഒരു അനുഗ്രഹം കൊണ്ട് ഇതുവരെ കളവുകളൊന്നും പറയാതെ നമുക്ക് നമ്മുടെ ആദർശത്തെ പ്രോജ്വലിപ്പിച്ചു നിർത്താൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഒരു കളവ് പോലും ഈ വിഷയത്തിൽ നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല, നമ്മൾ പറയുകയുമില്ല. കാരണം കളവ് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെടേണ്ട ഒരു ആദർശമല്ല നമ്മുടെ ആദർശം. ഈ അടുത്ത കാലത്ത് ഏറെ വിവാദമായിരിക്കുന്ന ഒരു വിഷയം അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം അല്ലാഹുവിന്റെ സൃഷ്ടിക്ക് ആകാമെന്ന് പറയുകയും ആയാൽ അതിൽ ചെറുക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന അതിദയനീയമായ അവസ്ഥ. സഹോദരങ്ങളെ, ഇതാരോടും വെറുപ്പുണ്ടാകുന്നത് കൊണ്ട് പറയുകയില്ല. ഈ അടുത്ത കാലത്ത് ഏറെ വിവാദമായിരിക്കുന്ന ഒരു വിഷയം അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം അല്ലാഹുവിന്റെ സൃഷ്ടിക്ക് ആകാമെന്ന് പറയുകയും ആയാൽ അതിൽ ചെറുക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന അതിദയനീയമായ അവസ്ഥ. സഹോദരങ്ങളെ, ഇതാരോടും വെറുപ്പുണ്ടാകുന്നത് കൊണ്ട് പറയുകയില്ല. നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ എന്തേ ഇപ്പൊ ആ ആയത്ത് ആരും ഓതണ്ട എന്ന് രഹസ്യമായി തീരുമാനിക്കപ്പെട്ടു എന്ന് കേൾക്കാനുള്ള കാരണം ഉണ്ടായത്? എന്തേ ആ ആയത്ത് ആരും ഇപ്പൊ തെളിവായിട്ട് ഉദ്ധരിക്കാത്തത്? നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ എന്തേ ഇപ്പൊ ആ ആയത്ത് ആരും ഓതണ്ട എന്ന് രഹസ്യമായി തീരുമാനിക്കപ്പെട്ടു എന്ന് കേൾക്കാനുള്ള കാരണം ഉണ്ടായത്? എന്തേ ആ ആയത്ത് ആരും ഇപ്പൊ തെളിവായിട്ട് ഉദ്ധരിക്കാത്തത്?